പ്രണയിക്കേണ്ടത് പാതി വഴിയിൽ തനിച്ചാക്കാത്തവനെയാണ്, വഞ്ചിക്കാത്തവനെയാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് പ്രണയിക്കേണ്ടത്. യുവാക്കളെ, യുവതികളെ, പാതി വഴിയിൽ ഇട്ടോണ്ട് പോകുന്നവനെ അല്ല, ഇട്ടോണ്ട് പോകുന്നവളെ അല്ല, വഞ്ചിക്കുന്നവനെ അല്ല, മനസ്സിലാക്കാത്തവനെ അല്ല. ആ കമ്പോളങ്ങളിൽ ഇരുന്നു കൊണ്ട് കഞ്ചാവ് ഷെയർ ചെയ്യുന്നവൻ നിന്റെ ജീവൻ പാതി വഴിയിൽ വെച്ച് കുത്തിപ്പറിച്ച് നരകത്തിന് കൊടുക്കും. അശുദ്ധ പ്രണയത്തിലും പാപത്തിലും ശരീരം വിൽക്കുന്നവന്, ശരീരം മലിനമാക്കുന്നവൻ പാതി വഴിയിൽ മാരകമായ രോഗങ്ങളിലൂടെ നിന്റെ ജീവിതം ഉന്മൂലനം ചെയ്യും. അതൊരു പ്രണയമല്ല, അതൊരു വികാരമാണ്. ഇത് കേൾക്കണേ മക്കളെ. ജീവിതത്തിൽ ഇന്നു വരെ നീ പരാജയപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം. കൂട്ടുകാരുടെ ഇടയിൽ, വീട്ടുകാരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ നീ ഒരു ചോദ്യചിഹ്നമാകാം. ക്ലാസ്സിൽ നീ ഏറ്റവും പിറകിലായിരിക്കാം, സ്കൂളിൽ നീ ഏറ്റവും പിന്നാമ്പുറത്തായിരിക്കാം. കഴിവുകളുടെ കാര്യത്തിൽ എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയിരിക്കാം. ഒരുപക്ഷെ നിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിട്ടായിരിക്കാം ഈ പരീക്ഷകൾ, കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി റിസൾട്ട് വരുമ്പോൾ എന്തായി തീരുമെന്ന് പോലും നിനക്കറിയില്ലായിരിക്കാം. ലോകമുണ്ടായ അന്ന് മുതൽ ഇന്നു വരെ ആരും നശിച്ചു പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. യേശുവിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പാതി വഴിയിൽ വെച്ച് ജീവിതം പൊലിഞ്ഞു പോയ അനേകരെ എനിക്കറിയാം. യേശുവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് നിങ്ങളിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഒന്നും തന്നെ ഇല്ല മക്കളെ. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ വിശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, യേശുവിന് സുഖപ്പെടുത്താൻ കഴിയാത്തതായിട്ട് ഒരു മുറിവും ഒരു രോഗവും നിങ്ങളുടെ ശരീരങ്ങളിലോ നിങ്ങളുടെ മനസ്സിലോ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ധ്യാനത്തിലേക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ അല്ല, നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു മേഖലയുടെ അല്ല. എനിക്ക് ഇന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ചിന്ത ഇതാണ്: 33 വയസ്സുകാരനായ യുവാവിനെ പ്രണയിക്കാൻ കർത്താവ് ഇവിടെ ഇരിക്കുന്ന പല മക്കൾക്കും കൃപ തരും. നല്ലൊരു കയ്യടി ഈശോയ്ക്ക് കൊടുത്തേ. 33 വയസ്സുകാരനായ ഈശോയെ പ്രണയിക്കാനുള്ള കൃപയാണ് ആ ഗ്രൂപ്പിനെ. കുർബാനയുടെ മധ്യത്തിൽ വെച്ച് എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയതാണ്, എനിക്കറിയില്ല. ഈശോ ഒത്തിരി വേദനിക്കുകയായിരുന്നു ഈ ഗ്രൂപ്പിലെ ചില മക്കളെ ഓർത്തിട്ട്. കുർബാനയിലാണ് ഈശോ ഏറ്റവും കൂടുതൽ പീഡ സഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത്. പിശാച് നേരിട്ട് ഈശോ തുപ്പലേറ്റു വാങ്ങിയത് ഈ കുർബാനയ്ക്ക് വേണ്ടിയായിരുന്നു. ഈശോ അടിയേറ്റു വാങ്ങിയത് ഈ കുർബാനയാകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ യേശുവിനെ ഈ മേശപ്പുറത്തിട്ട് മുറിക്കപ്പെടുന്ന സമയത്ത് വളരെ ലാഘവത്തോടു കൂടി പരസ്പരം ഈശോയെ കൊഞ്ഞണം കാട്ടുന്ന വിധത്തിൽ ചില കുഞ്ഞുങ്ങളിരുന്ന് സംസാരിക്കുന്നതും വർത്തമാനം പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്ന സങ്കടം തോന്നി. ചെയ്യരുത് അത്. നമ്മൾ ചില കാര്യങ്ങൾ, അത് ഈശോയ്ക്ക് വലിയ വേദനയാണ്. ഇനിയും ഈശോ പീഡ സഹിക്കും നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി. കാരണം ഈശോയ്ക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ്. ഞാൻ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ശുശ്രൂഷ ഈ 3 ദിവസങ്ങൾ കൊടുത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി ഇതിൻ്റെ അകവും നമ്മുടെ ഭക്ഷണശാലയും ഭക്ഷണത്തെയും ഇതിൻ്റെ പരിസരം അച്ഛൻ വെഞ്ചിരിക്കും ഈ സമയത്ത്. എന്നിട്ട് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് ആരംഭിക്കാൻ പോയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ ഏതാനും ആഴ്ചയ്ക്ക് മുമ്പ് 52ഓളം യുവതി യുവാക്കൾ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ധ്യാനം കൂടി. ധ്യാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഓർക്കുകയാണ്. ജീവിതം കൈവിട്ടു പോയ നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ, പിള്ളേർ, ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ജീവിതം താറുമാറായിപ്പോയ ഈ പ്രായത്തിൽ, കഞ്ചാവിൻ്റെ ആയിക്കോട്ടെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ വഴികളിലൂടെ ആക്സിഡൻറ്റിൽപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ചെറുപ്പക്കാരും. ആദ്യത്തെ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി വീണ് ഓടണമെന്ന് തോന്നി, വീട്ടിൽ പോകണമെന്നൊക്കെ തോന്നി. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് നിങ്ങളിവിടെ ആയിരിക്കുക, വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. കുമ്പസാരം എന്ന കൂദാശ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കാണുകയാണ് ഈ ചെറുപ്പക്കാരിൽ നിന്നും ഈ പൈശാചിക പീഡ തന്നെ വിട്ടുപോകുന്നത്. ചെറുപ്പക്കാർ ആമ്പിള്ളാരിൽ നിന്നാണ് ഞാൻ കൂടുതൽ കാണുന്നത് ഈ പീഡ വിട്ടുപോകുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അവനെ കൊണ്ടുപോയി പല പുരുഷന്മാരും ചെയ്യാൻ പാടില്ലാത്ത മാരക തിന്മകൾ ചെയ്തു, ആക്സിഡൻറ്റ് പറ്റി ശരീരം താറുമാറായി, നിരാശയുടെ പടുകുടിയിൽ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ ഓടിപ്പോയി ഛർദ്ദിക്കുന്നു. പക്ഷേ കർത്താവ് അവനെ ഇവിടെ വെച്ച് ആ മേഖലകളിൽ വലിയൊരു വിടുതൽ കൊടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ദിവസം ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ ദിവസമാണ്, അടയാളങ്ങളുടെ ദിവസമാണ്, ഈശോയെ കാണുന്ന ദിവസമാണ്. ചില മക്കൾ കഴിഞ്ഞ ധ്യാനത്തിലൊക്കെ ഈശോയെ കണ്ട് മക്കൾ പ്രത്യേകിച്ച് എവിടെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ധ്യാനം നടക്കുന്നോ അവിടെ ഈശോയെ കുഞ്ഞുങ്ങൾ കാണാറുണ്ടോ? കുഞ്ഞുങ്ങൾ വേറൊരു ലോകത്തിലേക്ക് എത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുവരെ യേശുവെ എന്ന് വിളിക്കാൻ പറ്റാത്ത മക്കൾക്ക് ഹൃദയം തുറന്ന് യേശുവിനെ ഒന്ന് വിളിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും ഉള്ളത് കൃപ ലഭിച്ചിട്ടുണ്ട്. നമ്മളവിടെ ധ്യാനത്തിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ജലം തളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വചന സന്ദേശമുണ്ട്, അതിനുശേഷം ഒരു ചെറിയ ആരാധനയുണ്ട്. ആരാധന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് വിടും. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് നിർദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും കയറ്റും. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. ഇനി ആരും ദയവ് ചെയ്ത് സംസാരിക്കരുത്. കൂട്ടുകാരെ അടുത്തിരിക്കുന്നവരെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അവിടെ നിന്ന് എടുത്തു മാറ്റും. എന്നോട് പിണങ്ങരുത്, സ്നേഹമുള്ളത് കൊണ്ടാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ടെൻഡൻസി ഉള്ളവൻ്റെ സംസാരം കേൾക്കാൻ ടെൻഡൻസി ഇല്ലാത്തവനായിരിക്കും. പക്ഷേ നിന്നിലുള്ള അസ്വസ്ഥത അവനിലേക്ക് പകരുന്നത് കൊണ്ട് അവന് ധ്യാനിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അവൻ ധ്യാനിക്കാൻ വേണ്ടി അവനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കും ഞാൻ എടുത്തു മാറ്റാൻ പോകുന്നത്. കണ്ണടച്ചേ, ഒന്ന് കണ്ണടച്ച് ശീലിക്കാം. നിങ്ങൾക്ക് ഇതുവരെ ധ്യാനം കൂടിയിട്ടില്ലെങ്കിൽ സാരമില്ല. അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ വരാറുണ്ട്. പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും സാരമില്ല. ഒരുപക്ഷേ വിശ്വാസം പോലും നിങ്ങൾക്ക് കണ്ടെന്ന് വരില്ല, സാരമില്ല. ഒട്ടും വിശ്വാസമില്ലായിരിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ലഭിച്ചാലേ കിട്ടത്തോളൂ. ഒരിക്കലെങ്കിലും യേശുവിനെ തള്ളി പറഞ്ഞാൽ വിശ്വാസം തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇടതുകരം ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് കണ്ണുകളൊന്ന് അടച്ച് വലതുകരം തുറന്നു പിടിച്ച് നിങ്ങളിവിടെ ആയിരിക്കുമ്പം നിങ്ങളുടെ പ്രാർത്ഥന വഴി നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കണം. രോഗിയായ നിങ്ങളുടെ മാതാപിതാക്കൾ, ജോലിയില്ലാതെ അലയുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബമാണെങ്കിൽ അവിടെ ഈശോ കടന്നു തരണം. ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത ഭവന അന്തരീക്ഷമാണെങ്കിൽ ഇന്ന് രാത്രി അവിടെ നമ്മുടെ പ്രാർത്ഥന വഴി അവിടെ സമാധാനം കിട്ടണം. വിദേശത്താണെങ്കിൽ മാതാപിതാക്കൾ അവിടെ ദൈവം പ്രവർത്തിക്കണം. സ്വന്തം ചേട്ടനായിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ ഈശോ അവരിൽ പ്രവർത്തിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈശോ പെട്ടെന്ന് ഉത്തരം കൊടുക്കും. നീ അത് വിശ്വസിച്ചാൽ മാത്രം മതി. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ ശുശ്രൂഷ മുഴുവനായി കൊടുക്കാം. ഉച്ചത്തിൽ ഒന്ന് ഏറ്റുചൊല്ലാം. മുഖ്യ ദൂതനായ ഈ ഹോള് മുഴങ്ങട്ടെ. മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലെ, കുറേ കൂടെ സ്നേഹത്തോടെ, വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളുടെ ദുരാത്മാക്കളുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരവർണ്ണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ കുറെ കൂടെ സ്ഥലമിർത്തി. അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവന് മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തു പഴയ സർപ്പവുമായ
സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളില് വഴിതെറ്റിക്കാതിരിക്കട്ടെ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കരുണയുടെ തിരുനാള് സഭ മുഴുവനും ആഘോഷിക്കുന്ന ഈ വേളയിൽ അങ്ങയുടെ കരുണ എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും എന്റെ തലമുറകളുടെ മേലും ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഞാനും എന്റെ കുടുംബവും മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും പൂർവികരും വഴി വന്നുപോയ എല്ലാ തിന്മകളെയും എല്ലാ അനർത്ഥങ്ങളുടെ മേലും എല്ലാ പരാജയങ്ങളുടെ മേലും എല്ലാ ദുരിതങ്ങളുടെ മേലും കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ ചെറിയ ജീവിതം ഒന്ന് കൊടുത്തേ, നിങ്ങളുടെ ഭാവിയെ ഒന്ന് കൊടുത്തേ. ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിരിക്കാം, ഒരുപാട് തകർച്ചകളും പരാജയങ്ങളും ഉണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷം കഴിഞ്ഞ നാളുകളിൽ നല്ലതുപോലെ പഠിച്ച് ഇപ്പോൾ പഠിക്കാൻ തോന്നുന്നില്ലായിരിക്കാം. പല സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു സ്വപ്നവുമില്ലായിരിക്കാം. എന്നാൽ ജീവിതം കൈവിട്ടു പോയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ ജീവിതം തിരിച്ചു തരാൻ വേണ്ടിയാണ് അമ്മ മാതാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ അമ്മ മാതാവ് തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു പക്ഷേ നീ ആദ്യമായിട്ടായിരിക്കാം വീട് വിട്ട് മാറി നിൽക്കുന്നത്. ആ അമ്മ മാതാവിന് കൊടുക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, നിൻ്റെ അമ്മയായി സ്വീകരിക്കുക. ഈ ആലയത്തെയും ആലയത്തിൻ്റെ 4 അതിരുകളെയും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റഫായേൽ, വിശുദ്ധ ഗബ്രിയേൽ, സകല വിശുദ്ധര്, മാലാഖമാര്, സകല മേഖലകളെയും സമർപ്പിക്കാം. നമുക്കൊരു 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാം. സ്വരമുയർത്തി അറിയുന്നവര് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ തങ്ങൾ അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ തൃത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാന്റെ അപേക്ഷിക്കണം. അറിയുന്ന മക്കൾ കുറെ കൂടെ സ്വരമുയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നമ്മുടെ ഈ 3 ദിവസത്തെ ശുശ്രൂഷകളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കുറേ കൂടെ ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്ഥാനം പിടിക്കാൻ വേണ്ടി ഈ പാട്ടിൻ്റെ 4 വരികളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ കൈകൾ കൂപ്പി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിശുദ്ധ അമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് ചിന്തകളിൽ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് കൈകൂപ്പി കൊച്ചു കുഞ്ഞിനെ പോലെ കൈകൾ കൂപ്പി. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ചേർന്ന് പാടിയേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ശാന്തമായിട്ടിരിക്കാം. എൻ്റെ ട്യൂൺ ഇതാണ്. ഈ 3 ദിവസവും ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരും. അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പം എനിക്കും അഭിഷേകം കിട്ടും. അപ്പം നിങ്ങൾ എന്നെ അഭിഷേകം ചെയ്യുക, ഞാൻ നിങ്ങളെയും അഭിഷേകം ചെയ്യാം. നിങ്ങളിനി ആരെങ്കിലും ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ ഈ 3 ദിവസം നിങ്ങളെ ഞങ്ങൾ വഴക്ക് പറയില്ല, വിശ്വസിക്കാം. നിങ്ങളെ ആരും ഇവിടെ വഴക്ക് പറയത്തില്ല.
നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഉണർത്താൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ ഞങ്ങളെയും വഴക്ക് പറയരുത്. അങ്ങനെ ഒരു ധാരണയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഉറക്കം വന്നാൽ നിങ്ങൾ ഉറങ്ങം വരും, പക്ഷേ അപ്പം നമ്മൾ ഉണർത്തും. പേര് ഡ്രസ്സിൻ്റെ കളറൊക്കെ വിളിച്ചിട്ട് മോളെ ഉണരടി എന്നൊക്കെ പറയും, മോനെ ഉണരണമെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെയും വഴക്ക് പറയരുതും, നിങ്ങളെ ഞങ്ങളും വഴക്ക് പറയത്തില്ല. അപ്പോൾ നമ്മൾ വലിയ ഫ്രണ്ട്ഷിപ്പിലായിരിക്കും ഈ ദിവസങ്ങളിൽ പോകുന്നത്. നമ്മൾ മനോഹരമായി ഭക്ഷണം കഴിക്കും. ഇന്നത്തെ ഒരു ദിവസത്തെ ഉള്ളൂ ഇച്ചിരി ചോറ്. അടുത്ത ദിവസം മുതലൊക്കെ നമുക്ക് ഗ്രാൻഡ് ഫുഡൊക്കെ ആയിരിക്കും തരുന്നത്. ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ തന്ന് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല, നല്ല ഭക്ഷണം യുവാക്കൾക്ക് യുവതികൾക്ക് തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവിധത്തിലും നല്ല കെയറിങ്, നല്ല ഷെയറിങ്, നല്ല ബെയറിങ്, ഇത് മൂന്നും തരും. എല്ലാവിധത്തിലും നിങ്ങളെ ഞങ്ങൾ മക്കളായിട്ട്, ഫ്രണ്ട്സായിട്ട്, കൂട്ടുകാരൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ എല്ലാവിധത്തിലും നിങ്ങൾ ഞങ്ങളോടും സഹകരിക്കണം. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളോട് ഞങ്ങളും സഹകരിക്കും. ആറ് റെഡി? നമ്മൾ ബംഗാളികളാണോ? എന്നാ പറ, ആറ് റെഡി? റെഡിയാണോ? കേട്ടില്ല. റെഡിയാണോ? യെസ്. കേട്ടില്ല. 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 യെസ്. അപ്പോൾ ഒരു വലത് കരം ഉയർത്തി ഒരു 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. വെരി ഗുഡ്. ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പോൾ നമ്മുടെ ഓണത്തിന് കളിത്തോക്ക് മേടിച്ചിട്ട് പൊട്ടാസ് പൊട്ടിക്കുന്ന ശബ്ദമാണ് ആദ്യത്തെ ഹല്ലേലൂയ കേട്ടത്. പിന്നെ പടക്കത്തിലേക്ക് കയറി. വെടി എന്ന് പറഞ്ഞാൽ പടക്കങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു ഗുണ്ട് പൊട്ടുന്ന ശബ്ദമാണ്. അപ്പോൾ വലത് കരം ഉയർത്തി സ്നേഹത്തോട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വെരി ഗുഡ്. ഈ ഓഡിറ്റോറിയം മുഴങ്ങട്ടെ. ഈ ഓഡിറ്റോറിയം മുഴങ്ങട്ടെ. ഇതിൻ്റെ പുറത്ത് പോകട്ടെ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് പറയുന്നത് എറണാകുളം ഭാഷയാണ്, നല്ല ലാംഗ്വേജാണ്. ഈ ഹല്ലേലൂയ പറഞ്ഞാൽ മര്യാദയ്ക്ക് പറയണമെന്ന് അടുത്ത് നിൽക്കുന്നതോട് പറഞ്ഞേ. അടുത്ത് നിൽക്കുന്നതോട് കൈ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞാൽ മര്യാദയ്ക്ക് പറയണമെന്ന് പറഞ്ഞേ. ഇത് എറണാകുളം ഭാഷയാണ്. മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൊല്ലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മോശമാണെങ്കിലും എറണാകുളത്താണ് എൻ്റെ വൈഫ് വീട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈകൾ പിടിച്ചിട്ട് പറഞ്ഞ് നമ്മൾ യേശുവിനെ കൊണ്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞേ. ചിരിച്ചിട്ട് പറഞ്ഞേ. പറഞ്ഞില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പറയിക്കും. പറ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പറയിക്കുമോ? അതെനിക്ക് നിർബന്ധമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പല്ലിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പരസ്പരം പറയണം. ഇങ്ങനെ പല്ലിൽ നോക്കി കണ്ണിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, നീ ഈ ലോകത്തിന് അനുഗ്രഹമാണ്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ പറഞ്ഞേ. മുഖത്ത് നോക്കി പറയാനടുത്ത് നിൽക്കുന്ന പറഞ്ഞോ. ചാടി എഴുന്നേറ്റ് 1 മിനിറ്റ് കൊണ്ട് ചാടി എഴുന്നേറ്റ്. മലയാളികളെ ഒന്ന് എഴുന്നേറ്റ്. നിങ്ങളിങ്ങനെ മസിന് പിടിക്കില്ല. ഇന്ന് ഈ ദിവസങ്ങളിൽ ധ്യാനമൊന്നും അല്ല, ക്ലാസ്സുകളൊന്നും അല്ല, ഇവിടെ അടിച്ചുപൊളി ദിവസമാണ്. സന്തോഷിക്കാൻ പോയാണ്. ആറ് റെഡി? തമിഴ്നാട്ടിൽ പോയാൽ നീ മലയാളം മനസ്സിലായെങ്കിൽ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൊരു തോന്നൽ വരും. ആറ് റെഡി? അങ്ങനെ വരണമെന്നേ. നല്ല അടുത്ത് നിൽക്കുന്നോട് പറഞ്ഞേ, നീ ലോകം 2-3 പേരോട് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞേ, നീ ഈ കൊല്ലം ജില്ലയ്ക്കല്ല ലോകത്തിനൊരു അനുഗ്രഹം എന്ന് പറഞ്ഞേ. ആ കവിളിൽ പിച്ചിട്ട് പറഞ്ഞേ. കവിളിൽ പിച്ചിട്ട് പറഞ്ഞേ പരസ്പരം. അരി ആട്ടുന്ന പോലെ ആട്ടാതെ സ്നേഹത്തോട് പിച്ചിട്ട് പറ. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ 30 സെക്കൻഡ് ശ്രദ്ധിക്കണേ. 30 സെക്കൻഡാണ്. ഈ 30 സെക്കൻഡ് കൊണ്ട് ഒരാൾ 12 പേരോട് പറയണം. പറയാത്തവർ തൂണ് കുഴിച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറയിക്കും. പെൺപിള്ളേർ പെൺപിള്ളേരോടും ആൺപിള്ളേരോടുമാണ് പറയേണ്ടത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ആൾ മാറിപ്പോയി കഴിഞ്ഞാൽ പെണ്ണാണെന്ന് വിചാരിക്കും. പെണ്ണാണിനോട് പോകരുത്. പെൺകുട്ടികൾ പരസ്പരം പറയണം. 12 പേരുണ്ട്. 30 സെക്കൻഡേ ഉള്ളൂ. തലകുത്തി വീണാലും കുഴപ്പമില്ല. മുമ്പിൽ നിന്നും ബാക്കിലേക്ക്, ബാക്കിൽ നിന്നും മുമ്പിലേക്കും. ഞാൻ പറയാൻ പോയാണ്, ഈ ദിവസം ഈശോ നിന്നെ തൊട്ടിരിക്കും. എന്താ പറഞ്ഞത്? സ്റ്റാർട്ട്. 30 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് പറയണം. ഓടി അനങ്ങാത്ത പിള്ളേർ എവിടെ കൊണ്ടുവരും? മോനേടാ കറുപ്പ് ഉടുപ്പിട്ട് ഇവിടെ കൊണ്ടുവരും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് പറയിക്കും. ഇനി ഒന്നിരുന്നേ, പെട്ടെന്നിരുന്നേ. ഇതൊരു ആദ്യത്തെ നമ്മുടെ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേലും വയ്യ. അവൻ തടവി, അവൻ ഒത്തിരി വേദനിച്ച്. സാരമില്ലടാ, ചിലവന്മാരുടെ മനസ്സിൻ്റെ വികാരമാണ് ശരീരത്തിലൂടെ പ്രകടമാകുന്നത്. മനസ്സിന് സ്വസ്ഥതയില്ലാത്തവൻ ആർക്കും സ്വസ്ഥത കൊടുക്കത്തില്ല. കൊടുക്കുവോ?
ഞാൻ ചോദ്യം ചോദിക്കൂ, എന്താ പറഞ്ഞത്? ഞാൻ വിഷയത്തിലേക്ക് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഇന്ന് ആദ്യമായി ചിന്തിക്കുന്ന അരമണിക്കൂറത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 33 വയസ്സുകാരൻ്റെ ഹൃദയത്തെ തൊടുക. എന്താണ്? പറയാത്തവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറയിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? ആരാണ് ഈ 33 വയസ്സുകാരൻ? കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. അത് ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ നിങ്ങൾ ഈശോ ഈശോ എന്ന് പറയുമ്പം റിയലി നിങ്ങൾ ഈശോ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈശോ ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കും. അടുത്ത ദിവസത്തെ ആരാധന നിങ്ങൾ കാണും. അത് റിയലി ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ യേശുവിനെ ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുക. ജെറമ്യ 33:3 എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളും നിഗൂഢമായ രഹസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അതുകൊണ്ട് പ്രണയിക്കേണ്ടത് പാതി വഴിയിൽ തനിച്ചാക്കാത്തവനെയാണ്, വഞ്ചിക്കാത്തവനെയാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് പ്രണയിക്കേണ്ടത്. യുവാക്കളെ, യുവതികളെ, പാതി വഴിയിൽ ഇട്ടോണ്ട് പോകുന്നവനെ അല്ല, ഇട്ടോണ്ട് പോകുന്നവളെ അല്ല, വഞ്ചിക്കുന്നവനെ അല്ല, മനസ്സിലാക്കാത്തവനെ അല്ല, എപ്പോഴും കുറ്റം പറയുന്നവനെ അല്ല, സംശയിക്കുന്നവനെ അല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. അവൻ്റെ പേരെന്താണ്? യേശു. ഒന്ന് പ്രണയിച്ച് നോക്കിയേ. ഈ പ്രായത്തിൽ അവനെ പ്രണയിച്ചവരെ ആരും കരയേണ്ടി വന്നിട്ടില്ല. അവനെ തൊട്ടവരാരും പിന്നെ പിന്തിരിഞ്ഞു പോയിട്ടുമില്ല. പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കുർബാനയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വചനം തന്നത് എങ്ങനെയാണ്? 34-ാം അധ്യായത്തിലെ 19 മുതലുള്ള വാക്യം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാശിക്കുന്നു. ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരുന്നു കൊണ്ട് ഇതുവരെ പള്ളിയിൽ കയറിയിട്ടില്ലയോ? സാരമില്ല, യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു, അത് അറിയാതെ പോയത് കൊണ്ടാണ്. ശരിക്കും ഈശോനെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ റേഞ്ച് മാറേണ്ട ടൈം കഴിഞ്ഞു. ശരിക്കും നിനക്ക് ഈശോയുടെ ഒരു സ്നേഹം തോന്നിയെങ്കിൽ കമ്പോളങ്ങളിൽ ഇരുന്നു കൊണ്ട് കഞ്ചാവ് ഷെയർ ചെയ്യുന്നവൻ നിന്റെ ജീവൻ പാതി വഴിയിൽ വെച്ച് കുത്തിപ്പറിച്ച് നരകത്തിന് കൊടുക്കും. അശുദ്ധ പ്രണയത്തിലും പാപത്തിലും ശരീരം വിൽക്കുന്നവനെ, ശരീരം മലിനമാക്കുന്നവൻ പാതി വഴിയിൽ മാരകമായ രോഗങ്ങളിലൂടെ നിന്റെ ജീവിതം ഉന്മൂലനം ചെയ്യും. അതൊരു പ്രണയമല്ല, അതൊരു വികാരമാണ്. ഇത് കേൾക്കണേ മക്കളെ. നിന്റെ ഈ തകർന്ന കൊച്ചു ഹൃദയമുണ്ടല്ലോ, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഈ ഹൃദയമുണ്ടല്ലോ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എത്ര വലുതാണെന്ന് ഈ യുവാവിനെ അറിയുള്ളൂ. ഈ ചെറിയ പ്രായത്തിൽ നിന്റെ സന്തോഷിച്ച് കൊതി തീരുന്നതിന് മുമ്പ് നീ എത്ര ദിനങ്ങൾ കരഞ്ഞു തീർത്തെന്ന് നിന്റെ ഈ കർത്താവിനെ മനസ്സിലാകത്തുള്ളൂ. വേറെ ആർക്കും മനസ്സിലാകത്തില്ല നിന്നെ. നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞാൻ തനിച്ചായെന്ന്. പലപ്പോഴും എത്രയോ തവണ ചിന്തിച്ചു, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തനിച്ചാന്ന്. എങ്ങനെ മലയാളികൾ പറയുന്ന ഈ വാക്ക്, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തനിച്ചാണെന്ന്? എങ്ങനെയാണ് മക്കളെ ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ തനിച്ചാകുന്നത്? സിമ്പിൾ ഉദാഹരണം. നിങ്ങൾ ഈ യുവത്വത്തിലെ കൂട്ടുകാരെല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന സമയത്ത് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന നിൻ്റെ ഈ ജീവിതത്തിൽ അവർ വലിയ ആഘോഷത്തിൻ്റെ നടുവിലായിരിക്കുന്ന സമയത്ത് അവർ ഉല്ലസിക്കുമ്പം സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന നീ അവരുടെ ഇടയിലായിരിക്കും. മനസ്സുകൊണ്ട് നീ പിന്മാറും അവരിൽ നിന്നും. ആസ്വദിക്കാൻ പറ്റാതെ, ആഘോഷിക്കാൻ പറ്റാതെ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ, ചിരിക്കാൻ പറ്റാതെ നീ തനിച്ച് ഒതുങ്ങി മനസ്സുകൊണ്ട് മാറുന്നതിൻ്റെ പേരാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തനിച്ചായിപ്പോയി എന്ന്. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും നിന്നെ തനിച്ചാക്കാത്ത ദൈവം നിനക്കൊരു വാഗ്ദാനം നൽകി, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18. വിശ്വസിക്കാം. അതുകൊണ്ട് ഈ ധ്യാനം നിങ്ങൾക്ക് ഈ ആമുഖ പ്രസംഗത്തിലൂടെ തരാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ ഈ തകർന്ന ഹൃദയത്തെ അവനെ തൊടാൻ അനുവദിക്കുക. നിൻ്റെ തകർന്ന ജീവിതത്തെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നീ ഒന്ന് കൊതിക്കുക. ഒരു കഴിവും വേണമെന്നില്ല. ജീവിതത്തിൽ ഇന്നുവരെ നീ പരാജയപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം. കൂട്ടുകാരുടെ ഇടയിൽ, വീട്ടുകാരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ നീ ഒരു ചോദ്യചിഹ്നമാകാം.
ക്ലാസ്സിൽ നീ ഏറ്റവും പിറകിലായിരിക്കാം, സ്കൂളിൽ നീ ഏറ്റവും പിന്നാമ്പുറത്തായിരിക്കാം. കഴിവുകളുടെ കാര്യത്തിൽ എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിട്ടായിരിക്കാം ഈ പരീക്ഷകൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി റിസൾട്ട് വരുമ്പോൾ എന്തായി തീരുമെന്ന് പോലും നിനക്കറിയില്ലായിരിക്കാം. ഒരായുസോളം മണ്ടനെന്നും മണ്ടിയെന്നും പേര് കേട്ട് മടുത്തിട്ടായിരിക്കാം കുഞ്ഞെ നീ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെ വരെ നല്ലതുപോലെ പഠിച്ചു, ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ അസ്തമിച്ചിട്ടായിരിക്കാം നീ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ചെറിയ കൗമാരത്തിൽ, ഈ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യുവാവേ യുവതി ആയിക്കോട്ടെ, നിനക്ക് നിന്നോട് തന്നെ ദേഷ്യമായിരിക്കാം. ഇപ്പം നിനക്ക് നിൻ്റെ സ്വഭാവം പോലും ഇപ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. നീ ഒരുപാട് തവണ ചിന്തിച്ച് കാണും, ഞാനെന്താ ഇങ്ങനെയായത്, എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കണ്ണുനീര്, ഞാൻ ചീത്തയായെന്ന് നീ നിൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് കാണാം. ചില കാര്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും മറക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും മറക്കാൻ പറ്റാതെ നിന്നെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിലേറ്റ ചില പരിക്കുകൾ നിന്നെ ഇങ്ങനെ പിറകെ നടന്ന് ചിന്തയിലൂടെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു പരിഹാസപാത്രമായിരിക്കാം. കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും ഏറ്റ് തളർന്ന ഈ ചെറിയ പ്രായമായിരിക്കാം. അതുകൊണ്ട് നിൻ്റെ മനസ്സ് തകർന്നിട്ടാണോ നീ വന്നത്? നീ ബലം പിടിക്കാതെ ഈ ധ്യാനത്തിലൊന്ന് കർത്താവിനോട് വിട്ടുകൊട്. നീ ഉള്ളിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, എന്നെ ഒന്ന് തൊടുമോ? ആരും കാണാതെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ അളവ് നോക്കിയാൽ അളക്കാൻ പറ്റാത്തതാ. അതൊന്ന് തുടയ്ക്കാൻ, ഇനി കരയാത്തൊരു ജീവിതം നയിക്കാൻ നീ എന്നെ ഒന്ന് ഏറ്റെടുക്കുമോ? എൻ്റെ കുഞ്ഞെ, നീ പറഞ്ഞാൽ, നീ വിളിച്ചാൽ, ഈ രാത്രി ഈ സെക്കൻഡ് മുതൽ അടുത്ത നിമിഷം ആരാധനയായി ദിവ്യകാരുണ്യം നിൻ്റെ മുമ്പിലേക്ക് വരും. നിന്നെ ഈശോ തൊട്ടിരിക്കും. ഉറപ്പാ, ഞാൻ ഉറപ്പ് തരിക. ചേർന്ന് പറ ഹല്ലേലൂയ. ഇത് പറഞ്ഞത് കർത്താവാണ്. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കും. ഇതേപോലെ ഒരു ധ്യാനത്തിൽ വെച്ച് 33 വയസ്സുകാരനായ ഈശോയെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ പേരാണ് സുഷയ എന്ന് പറയുന്ന നേഴ്സ്. അതിനുമുമ്പ് 3 കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരിക ഈ രാത്രി. യേശുവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. മണിക്കൂറുകൾ ചിന്തിക്കേണ്ട വിഷയം എഡിറ്റ് ചെയ്ത് തരിക. യേശുവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് നിങ്ങളിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഒന്നും തന്നെ ഇല്ല മക്കളെ. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ വിശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, യേശുവിന് സുഖപ്പെടുത്താൻ കഴിയാത്തതായിട്ട് ഒരു മുറിവും ഒരു രോഗവും നിങ്ങളുടെ ശരീരങ്ങളിലോ നിങ്ങളുടെ മനസ്സിലോ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. 3, യേശു ക്ഷമിക്കാത്തതായിട്ട് ഒരു പാപവും നിങ്ങളുടെ ഹൃദയത്തിലില്ല, നിങ്ങളുടെ ജീവിതത്തിലില്ല. ഈശോ റെഡിയാ ഈ ധ്യാനത്തിലൂടെ. അത് ഏറ്റെടുക്കാൻ റെഡിയാ. ഈ പ്രായത്തിൽ തകർന്നു പോയ, ചെയ്യാൻ പാടില്ലാത്ത വളരെ മോശപ്പെട്ട തെറ്റിൻ്റെ ഉടമയായി പോയെങ്കിൽ കുറ്റബോധം വേണ്ട. അപ്പനെ നോക്കിയിട്ട് നീ ഒന്ന് കരഞ്ഞാൽ ആ അപ്പൻ ഇന്ന് ഈ നിമിഷം മുതൽ നിന്നെ വാരിപ്പുണരും. ഈ 3 കാര്യം നീ ഓർക്കണം. അതിനെന്ത് ചെയ്യണം? ഈ 33 വയസ്സുകാരനായ യുവാവെന്ന ചെറുപ്പക്കാരനെന്ന യേശുവിനെ നീ ഒന്ന് തിരിച്ചറിയണം. നീ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കത്തുള്ളൂ. ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിയോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് വിശ്വാസമായി മാറുന്നതും പ്രണയമായി മാറുന്നതും. ആ വ്യക്തിയെ ശരിക്കറിയാൻ തുടങ്ങുമ്പോഴാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനെ നീ നിൻ്റെ ഈ ചെറുപ്പത്തിൽ
ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ, ശരിക്കൊന്നറിയാൻ ശ്രമിച്ചാൽ, ശരിക്കും നീ ഒന്നറിഞ്ഞ് തുടങ്ങുമ്പോൾ വല്ലാത്തൊരു പ്രണയം, വല്ലാത്തൊരു ഇഷ്ടം, അങ്ങനെ വല്ലാത്തൊരു ബന്ധത്തിലേക്ക് മാറും. ഈ ധ്യാനം അങ്ങനെയായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ പറയല്ലേ മക്കളെ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ സ്വയം മറന്നുപോയി പറമക്കളെ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് അങ്ങനെ ഇതേപോലൊരു ധ്യാനത്തിൽ വെച്ച് 33 വയസ്സുകാരൻ്റെ സ്നേഹം ഈ പെൺകുട്ടി അനുഭവിക്കാൻ തുടങ്ങി. അവൾ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നെല്ലാം മാറി ഈശോയെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിന്ന് പാപകരമായ മാർഗങ്ങൾ അവൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈശോയെ പ്രണയിച്ച്, ഈശോനെ സ്നേഹിച്ച്, ഈശോനെ ആരാധിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം വിവാഹപ്രായമായി. അവളുടെ ജീവിത പങ്കാളിയായിട്ട് വന്നത് കണ്ണൂർ ഇരിട്ടിയിലുള്ള ബിജു എന്ന ചെറുപ്പക്കാരനാണ്. അധ്യാപകനായിരുന്നു. വിദേശത്ത് ജോലി ചെയ്ത ബിജു ഇങ്ങനെ ഭാര്യയുടെ മക്കളുടെയും കൂടെ ആയിരിക്കാൻ വിദേശത്തേക്ക് പോയി. അവിടെ ചെന്നൊരു പത്രപ്രവർത്തകനായി ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ഇവൾ ഈശോനെ ആരാധിച്ചു കൊണ്ടുപോകുന്ന അത്യാവശ്യ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. തൻ്റെ എല്ലാം ആവുന്ന ഭർത്താവ് മരിച്ച് വെള്ള തുണിയിട്ട് മൂടിയിട്ടേക്കുന്നു. ഞെട്ടി എഴുന്നേറ്റ സമയത്ത് സെക്കൻഡ് വിട്ട് സെക്കൻഡ് ഫോൺ അടിക്കുന്നു. ഫോൺ എടുക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത, തൻ്റെ ഭർത്താവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരണം. കണ്ട സ്വപ്നവും കേട്ട വാർത്തയും അതിഭയാനകമായി. മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച, ഇന്നലെ വരെയും ചങ്കിനോട് ചാരിക്കടന്ന് മക്കളെ കളിപ്പിച്ച ഭർത്താവ് മരിച്ചെന്നുറപ്പിച്ച് വെള്ള പുതപ്പിച്ചുകൊണ്ട് മോർച്ചറിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ഡോക്ടർ ഹസൻ തല കുനിച്ചുകൊണ്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ വിദേശത്ത് മുസ്ലിം ആശുപത്രിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കൈ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുനീര് ധാരധാരയായി ഒഴുക്കിയിട്ട് ഒച്ചത്തിലിങ്ങനെ വിളിച്ചു പറഞ്ഞു, ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ ഈശോ, എൻ്റെ ബിജുവിനെ എനിക്ക് തിരികെ തരണമേ. ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ ഈശോ, എൻ്റെ ബിജുവിനെ എനിക്ക് തിരികെ തരണമേ. നിലവിളി പ്രപഞ്ചം മുഴുവൻ പ്രകമ്പനം കൊള്ളുമ്പോൾ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. കൈ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. നിലവിളി കേട്ട് ആശുപത്രിയിലുണ്ടായിരുന്ന 100 കണക്കിന് വ്യക്തികൾ സുഷിക്ക് ചുറ്റും കൂടി. ഡോക്ടർ ഹസൻ തിരിച്ചു വരുന്നു. ആർക്കും ഇവളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, ആരെയും ഇവളെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ബോഡി മണിക്കൂറുകൾക്ക് ശേഷം മോർച്ചറിയിലോട്ട് കൊണ്ടുപോകുന്ന വഴി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളിന് തോന്നുകയാണ് ബിജുവിൻ്റെ മുഖം ഒരിക്കൽ കൂടെ ഒന്ന് കാണണം. ബാക്ക് സൈഡിൽ അടി കൊണ്ട് ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് മരിച്ചു കിടക്കുന്നത്. ആ മനുഷ്യൻ തുണി മുഖത്ത് നിന്നും മാറ്റുന്ന സമയത്ത് മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ബിജുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നതായി കണ്ടു. കൈയടിക്കാൻ പറയണോ? കാണാം ആ പിക്ചർ. 2010 ഡിസംബർ മാസം 12-ാം തീയതി മലയാള മനോരമ പേപ്പറിൽ നിറഞ്ഞു നിന്ന വാർത്തയാണ് കണ്ണുനീരിൻ്റെ ഫലം. വലിയ അക്ഷരത്തിൽ, ചെറിയ അക്ഷരത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: മരിച്ചു എന്നുറപ്പിച്ചു വെള്ള പുതപ്പിച്ച ബിജുവിൻ്റെ ശരീരം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. പാതി വഴിയിൽ ഒരിറ്റ് കണ്ണുനീർ അവരിൽ ഒരാൾ കണ്ട് മരിച്ചയാൾ കരയുകയാണോ എന്ന തലക്കെട്ട്. ഒരു കയ്യടി ഈശോയ്ക്ക് കൊടുത്തേ. ഇങ്ങനെ അടിക്കരുത്, നല്ലൊരു കയ്യടി ഈശോയ്ക്ക് കൊടുത്തേ, യുവാവിന് കൊടുത്തേ. ഇനി ശ്രദ്ധിക്കണേ, എന്നെ നോക്കിയേ, കാണിച്ചു അങ്ങനെ നിൽക്കട്ടെ. ഡോക്ടർ ഹസൻ ശരീരം ഐസിയുലേക്ക് മാറ്റി വൈദ്യ പരിശോധനയിൽ കണ്ടെത്തി 95% ജീവനില്ല, 5% ജീവനുണ്ട്, ശ്വാസമുണ്ട്, ചെവി കേൾക്കാം. ഒരു സർജറി ചെയ്ത് നിശ്ചലമായി തളർന്നുപോയി. മെഡിക്കൽ സയൻസ് ഒരുപോലെ സ്ഥിരീകരിച്ചു, ഇനി ഒരിക്കലും ബിജു ഈ കിടപ്പ് കടന്ന് മരിക്കേണ്ടി വരും. അമേരിക്കയിലെ പ്രശസ്ത ഡോക്ടർമാർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അവർ നല്ലൊരു മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ ഇങ്ങോട്ട് ഒരേപോലെ തന്നെ റിപ്പോർട്ട് അയച്ചു. എന്നാൽ വിശ്വാസത്തിൻ്റെ ധീര വനിതയായ
33 വയസ്സുകാരനെ പ്രണയിച്ച സുഷ എന്ന പെൺകുട്ടി, അവൾ ജോലി ചെയ്ത അമരി ഹോസ്പിറ്റലിലേക്ക് 10 ദിവസത്തിന് ശേഷം ശരീരം മാറ്റി. നീണ്ട 56 ദിവസങ്ങൾ. മലയാളം ഞാൻ വരച്ചിട്ടിരിക്കുന്നതാണ്, മലയാള മനോരമ പേപ്പറിൽ വരച്ചിട്ടേക്കുന്നത് നിങ്ങൾ കാണാം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: പ്രാർത്ഥന, ഉപവാസം, കണ്ണുനീര്. 56 ദിവസം ബിജുവിൻ്റെ ശിരസിൻ്റെ അടുത്ത് വന്നിരുന്നുണ്ടോ? ബൈബിൾ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചിട്ട് പറയും, ബിജു ചേട്ടാ ഈശോ വരും, ഈശോ എഴുന്നേൽപ്പിക്കും. ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്നും അമരി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, 5% ജീവനോടുകൂടി എൻ്റെ ഭർത്താവിനെ തിരികെ തന്ന എൻ്റെ കർത്താവ് ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടെ തിരികെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 56-ാം ദിവസം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഇളയ മകൻ രോഗനെ സ്കൂളിലാക്കി എല്ലാവരും ചേട്ടനെ അന്വേഷിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ മുറിക്കകത്ത് ചലനശേഷി നഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന ബിജുവിൻ്റെ ഉള്ളംകാലം മുതൽ ഉച്ചി വരെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലൊരു ശക്തി കടന്നുപോയി. അങ്ങനെ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പടിയിറങ്ങിയ ഭാര്യ ഭർത്താവിൻ്റെ ചിത്രമാണ് മലയാള മനോരമയിൽ 2010 ഡിസംബർ 12-ാം തീയതി നിറഞ്ഞു നിന്നത്. കൈയടിക്കാൻ ഞാൻ ഇനി പറയണോ? കൈയടിക്ക്. 2024 യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സോഷ്യൽ മീഡിയകളിലെ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പിശാചിൽ വാദിച്ചവർ വന്നുകൊണ്ട് പറയും, യേശു ദൈവമല്ല, യേശു പ്രവാചകനാണ്, യേശു ദൈവമല്ല, ദൈവമില്ല, സയൻസാണ് വലുത് എന്ന് പലരും വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ഇവിടെ 33 വയസ്സുകാരനായ ഒരു യുവാവിനെ പ്രണയിക്കുവാൻ ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി ഈ 2025 ഈ ദിവസങ്ങളിൽ ചടകുടഞ്ഞെഴുന്നേൽക്കണം. യേശുവിന് കഥയുടെ രൂപത്തിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. യേശു ദൈവമാണെന്ന് സയൻസിൻ്റെ രൂപത്തിൽ തെളിയിക്കേണ്ട ആവശ്യം യേശുവിനില്ല. യേശുവിൻ്റെ ദൈവത്വത്തെ ലോകത്തിന് ഇങ്ങനെ യേശുവിന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. യേശുവിന് വേണം നിന്റെ ദൈവം കൊല്ലം ജില്ലയിൽ നിന്നിലൂടെ ജീവിക്കുന്നുവെന്ന് പറയിപ്പിക്കണമെങ്കിൽ യേശുവിന് നിന്നെ വേണം. നിന്നെ വേണം യുവാവേ. ചീഞ്ഞളഞ്ഞ് നരകത്ത് പോകുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകാനുള്ളതല്ല ക്രിസ്ത്യാനി, സ്വർഗത്ത് പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാനുള്ളതാ. ഈ ലോകത്തിൻ്റെ പ്രണയം പാതി വഴിയിൽ വെച്ച് നിന്നെ തള്ളിക്കളയുമെങ്കിൽ സ്വർഗത്തിൻ്റെ പ്രണയം മരണത്തിന് ശേഷവും നിന്നെ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രണയിക്കേണ്ടവനെ പ്രണയിക്ക്. ഈ ധ്യാനം നാളത്തെ കുമ്പസാരം കഴിഞ്ഞാൽ, കുമ്പസാരമൊക്കെ പ്രണയിക്കാൻ വേണ്ടിയായിരിക്കണം. ഇവിടെ പറയണം, എനിക്ക് അവൻ മതി, ഞാൻ കണ്ടെത്തി, എൻ്റെ കഥാനായകനെ കണ്ടെത്തി. അത് നിങ്ങൾ ഓർത്തോ മക്കളെ. യേശുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, യേശുവിനെ പ്രണയിച്ചതിൻ്റെ പേരിൽ ലോകമുണ്ടായ അന്ന് മുതൽ ഇന്നു വരെ ആരും നശിച്ചു പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. യേശുവിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പാതി വഴിയിൽ വെച്ച് ജീവിതം പൊലിഞ്ഞു പോയ അനേകരെ എനിക്കറിയാം. ചേർന്ന് പറ ഹല്ലേലൂയാ. സർവശക്തിയോട് പറ ഹല്ലേലൂയാ. ഉണ്ട് മക്കളെ, പ്രണയിക്കണോടാ. ഈ ധ്യാനത്തിൽ വന്നിട്ട് നിങ്ങൾ നാളെ പോകണമെന്ന് തോന്നും, ഇന്ന് രാത്രി ചാടിപ്പാൻ തോന്നും. നിങ്ങൾ പോകരുത്. ആ മോനെ എന്ന് വിളിച്ച് ഗുഡ് നൈറ്റ്. എന്തിനാണെന്നറിയാം? ഗുഡ് നൈറ്റ്. ഉറങ്ങുന്നെങ്കിൽ നല്ലോണം ഉറങ്ങാൻ വേണ്ടിയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സമയം കഴിഞ്ഞു വരിക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം എന്താണ്? അല്ലെ 34-ാം അധ്യായം 19-ാം വാക്യം എന്താണ്? തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാശിക്കും. എന്താണ് പറഞ്ഞത്? തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാശിക്കും. ഞാൻ 2 വിഷയമാണ് ഒന്നായിട്ട് എടുക്കുന്നത്. ജെറമിയ 29:11 പറയുന്നു, മക്കളെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും ഉളവാക്കുന്ന പദ്ധതി. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിൽ ആളാകാൻ നമ്മൾ ശ്രമിക്കേണ്ട. കർത്താവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ കർത്താവ് നിന്നെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നെ കൊണ്ടുവന്ന് നിർത്തും. നിൻ്റെ പേരിലൂടെ നിൻ്റെ ദേശം അറിയപ്പെടും. നിൻ്റെ പേരിലൂടെ ലോകത്ത് നീ അറിയപ്പെടും. നിൻ്റെ ദേശം നിന്നിലൂടെ അറിയപ്പെടും. നിൻ്റെ പേരിൻ്റെ കൂടെ ലോകത്തിൽ നിൻ്റെ പേരിൻ്റെ കൂടെ നിൻ്റെ ദേശം അറിയപ്പെടും. അതിന് ദൈവം അനുവദിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വരെ നിങ്ങൾ ജീവിതം തകർന്നു പോയവരാണോ? സാരമില്ല മക്കളെ. കർത്താവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ കർത്താവ് പറയും
നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലയോ? സാരമില്ല. മലയാളം പോലും വായിക്കാൻ അറിയില്ലയോ? സാരമില്ല. മന്ദബുദ്ധിയെന്നും പൊട്ടനെന്നും പൊട്ടിയെന്നും പേര് കേട്ട് മടുത്ത പോയ വ്യക്തിയാണോ? സാരമില്ല. നീ എന്ത് ചെയ്യണം? നിൻ്റെ ആ തകർന്ന ജീവിതം ആ 33 വയസ്സുകാരനായ ഈശോയ്ക്ക് കൊട്. നിന്റെ റേഞ്ച് മാറുമോ എന്ന് നമുക്ക് നോക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. Press the bell icon on the YouTube app and never miss another update.